നിങ്ങളുടെ വീടിനോ കടയ്ക്കോ ഓഫീസിനോ വേണ്ടി ഒരു CCTV ക്യാമറ വാങ്ങാൻ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിലുണ്ട്. മാർക്കറ്റിൽ ഇന്ന് HD, IP എന്നിങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട ക്യാമറകളും അവയിൽ ഡോം, ബുള്ളറ്റ്, PTZ എന്നിങ്ങനെ 3 സബ് കാറ്റഗറീസുമുണ്ട്. ഈ കാറ്റഗറികളിൽ തന്നെ നിരവധി ഫീച്ചേഴ്സുള്ള മോഡലുകൾ ലഭ്യമാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ക്യാമറ ഏതാണ്? അതിനെന്തെല്ലാം സവിശേഷതകൾ ഉണ്ടായിരിക്കണം? 2025 ഇന്ത്യൻ മാർക്കറ്റിൽ വാങ്ങാൻ കഴിയുന്ന മികച്ച മോഡലുകൾ ഏതെല്ലാം എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. ക്യാമറകളെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ തിരഞ്ഞിട്ടുള്ളവർക്ക് നിങ്ങളുടെ അവസാനത്തെ അന്വേഷണമായിരിക്കും ഈ വീഡിയോ. ഇതിൽ പറയുന്ന എല്ലാ ക്യാമറകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ ആ അഫിലിയേറ്റഡ് ലിങ്ക് ഉപയോഗിക്കുക. നിങ്ങൾക്ക് ₹1 പോലും അധികം വരില്ല. കൂടാതെ ഇതുപോലെയുള്ള മികച്ച വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ അത് ഞങ്ങളുടെ ടീമിനെ സഹായിക്കും. നമ്മുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ ഉപയോഗിക്കുന്ന ക്യാമറകളെ പ്രധാനമായും രണ്ടായി തിരിക്കാം: HD ക്യാമറകളും IP ക്യാമറകളും. HD ക്യാമറകൾ വളരെ ബേസിക് ആയിട്ടുള്ള ക്യാമറകളാണ്. ഇവയെ ഇന്റർനെറ്റിലോ വൈഫൈയിലോ ബന്ധിപ്പിക്കാൻ സാധിക്കില്ല. വയർ ഉപയോഗിച്ച് മാത്രമേ ഇവ പ്രവർത്തിക്കുള്ളൂ. ഇതിൽ അഡ്വാൻസ്ഡ് ഫീച്ചറുകൾ ലഭ്യമല്ല. കൂടാതെ റെക്കോർഡ് ചെയ്യുന്ന ഫൂട്ടേജിന് മാന്യമായ നിലവാരം മാത്രമേ ഉണ്ടാകൂ. അതുകൊണ്ട് തന്നെ ഈ ക്യാമറകൾക്ക് വിലയും കുറവായിരിക്കും. നിങ്ങളുടെ ആവശ്യം ഓഡിയോയും വീഡിയോയും റെക്കോർഡ് ചെയ്യുക എന്നത് മാത്രമാണെങ്കിൽ ഈ ക്യാമറകൾ തിരഞ്ഞെടുക്കാം. IP ക്യാമറകൾ അല്പം കൂടി അഡ്വാൻസ്ഡ് ആയ ക്യാമറകളാണ്. ഇവയെ ഇന്റർനെറ്റിലോ വൈഫൈയിലോ ബന്ധിപ്പിക്കാൻ സാധിക്കും. മൊബൈൽ ആപ്പ് കണക്ടിവിറ്റി, ലൈവ് മോണിറ്ററിംഗ് പോലെയുള്ള നിരവധി സവിശേഷതകൾ ഇതിലൂടെ ലഭിക്കും. ലോകത്തിന്റെ ഏത് കോണിലിരുന്നും നമുക്ക് ക്യാമറ ലൈവായി നിരീക്ഷിക്കാൻ സാധിക്കും. കൂടാതെ മോഷൻ ഡിറ്റക്ഷൻ, ഫേസ് ഡിറ്റക്ഷൻ എന്നിവയുടെ നോട്ടിഫിക്കേഷനുകൾ തത്സമയം ലഭിക്കുകയും 2-വേ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുകയും ചെയ്യും. HD ക്യാമറയേക്കാൾ മികച്ച നിലവാരമുള്ള ഫൂട്ടേജ് റെക്കോർഡ് ചെയ്യാൻ ഇവയ്ക്ക് സാധിക്കും. കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇവയ്ക്ക് വില അല്പം കൂടുതലാണ്. ഓഡിയോ വീഡിയോ റെക്കോർഡിങ്ങിനൊപ്പം ഒന്നിലധികം അഡീഷണൽ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് IP ക്യാമറ വാങ്ങേണ്ടി വരും. ഈ രണ്ട് ക്യാമറകളിലും ഏറ്റവും കോമൺ ആയി കാണപ്പെടുന്ന 3 സബ് കാറ്റഗറീസ് അവയുടെ ഡിസൈനും യൂസും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഡോം ക്യാമറ. ഇവയുടെ രൂപം ഒരു അർദ്ധഗോളാകൃതിയിലാണ്. പ്രധാനമായും ഇൻഡോർ ഉപയോഗത്തിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നമ്മുടെ വീടിന്റെയോ സ്ഥാപനത്തിന്റെയോ അകത്തെ കാഴ്ച റെക്കോർഡ് ചെയ്യാൻ ഇവ സഹായിക്കും. ഇവ സാധാരണയായി വാട്ടർ പ്രൂഫോ ഡസ്റ്റ് പ്രൂഫോ അല്ല. അതുകൊണ്ട് തന്നെ പുറത്ത് ഉപയോഗിക്കാറില്ല. അകത്ത് വിശാലമായ പ്രദേശം കവർ ചെയ്യാൻ ഡോം ക്യാമറ ഉചിതമാണ്. ബുള്ളറ്റ് ക്യാമറ. ഇവയുടെ രൂപം ഒരു ചെറിയ ബുള്ളറ്റ് പോലെ ദീർഘവൃത്താകൃതിയിലാണ്. ഇത് പ്രധാനമായും ഔട്ട്ഡോർ ഉപയോഗത്തിനുള്ളതാണ്. ഇവ ഡസ്റ്റ് പ്രൂഫും വാട്ടർ പ്രൂഫും ആയതുകൊണ്ട് തന്നെ പുറത്ത് ഭിത്തിയിൽ ഘടിപ്പിച്ച് എക്സ്റ്റേണൽ വ്യൂ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. പുറത്ത് ദൂരെയുള്ള കാഴ്ചകൾ മികച്ച ക്വാളിറ്റിയിൽ റെക്കോർഡ് ചെയ്യാൻ കഴിയും വിധത്തിലാണ് ഇതിലെ സെൻസർ സജ്ജീകരിച്ചിരിക്കുന്നത്. PTZ ക്യാമറ. പാൻ ടിൽറ്റ് സൂം എന്നതിന്റെ ചുരുക്കമാണ് PTZ. ഈ ക്യാമറയ്ക്ക് 360 ഡിഗ്രി തിരിയാനും മുകളിലേക്കും താഴേക്കും ചലിക്കാനും സൂം ചെയ്യാനും സാധിക്കും. ഇത് ഇൻഡോർ ഔട്ട്ഡോർ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ട്. മാളുകൾ, മെട്രോ സ്റ്റേഷനുകൾ പോലെയുള്ള വലിയ പ്രദേശങ്ങളിലെ ലൈവ് നിരീക്ഷണത്തിനാണ് ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. സുരക്ഷാ ജീവനക്കാർക്ക് കൺട്രോൾ റൂമിലിരുന്നു കൊണ്ട് ക്യാമറയുടെ സ്ഥാനം മാറ്റി 360 ഡിഗ്രി കാഴ്ച കാണാനും സൂം ചെയ്ത് ഫൂട്ടേജ് റെക്കോർഡ് ചെയ്യാനും സാധിക്കും. നിങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി ശരിയായ ക്യാമറ തിരഞ്ഞെടുക്കുന്നതിന് ഇനി പറയുന്ന 10 പോയിന്റുകൾ തീർച്ചയായും പരിഗണിക്കണം. ഉപയോഗിക്കേണ്ട സ്ഥലം അത് ഇൻഡോർ ആണോ ഔട്ട്ഡോർ ആണോ എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അകത്തുപയോഗിക്കുമ്പോൾ പ്രധാനമായും ഡോം ക്യാമറയും വെള്ളവും പൊടിയും ഏൽക്കാൻ സാധ്യതയുള്ള പുറത്തുപയോഗിക്കാൻ വാട്ടർ പ്രൂഫും ഡസ്റ്റ് പ്രൂഫുമായ ബുള്ളറ്റ്, PTZ ക്യാമറകളും തിരഞ്ഞെടുക്കുക. ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ HD വേണോ IP വേണോ എന്നുള്ളത് തീരുമാനിക്കുക. വീഡിയോ ഓഡിയോ റെക്കോർഡിംഗ് മാത്രം മതിയെങ്കിൽ HD ക്യാമറ മതി. ലൈവ് മോണിറ്ററിംഗ്, 2-വേ കമ്മ്യൂണിക്കേഷൻ, മോഷൻ ഡിറ്റക്ഷൻ പോലെയുള്ള അധിക ഫീച്ചറുകൾ വേണമെങ്കിൽ IP ക്യാമറ തിരഞ്ഞെടുക്കുക. കണക്ടിവിറ്റി, വയേർഡ്, വയർലെസ് അതോ സിം കാർഡ് വേണോ എന്നുള്ളത് പരിഗണിക്കണം. വയർ ഉപയോഗിക്കാൻ സൗകര്യമുണ്ടെങ്കിൽ വയേർഡ് കണക്ഷൻ തിരഞ്ഞെടുക്കുന്നതാണ് ലാഗ് ഒഴിവാക്കാൻ നല്ലത്. വയർ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധ്യമല്ലെങ്കിൽ നല്ല വേഗതയുള്ള വൈഫൈ ആക്സസ് ഉപയോഗിച്ച് വയർലെസ് ക്യാമറ ഉപയോഗിക്കാം. വയറോ വൈഫൈയോ ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിൽ സിം കാർഡ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ക്യാമറകൾ പരിഗണിക്കാവുന്നതാണ്. അടുത്തായിട്ട് ഫൂട്ടേജ് ക്വാളിറ്റിയാണ്. വ്യക്തമായ ഫൂട്ടേജ് ലഭിക്കുന്നതിന് 2, 3, 4, 5 മെഗാപിക്സലുകളോ 1080 പിക്സൽ അല്ലെങ്കിൽ 4K റെസൊല്യൂഷനുകളോ ഉള്ള നല്ല നിലവാരമുള്ള ക്യാമറ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അടുത്തായി നൈറ്റ് വിഷൻ. രാത്രിയിലോ പൂർണ്ണമായ ഇരുട്ടിലോ നല്ല ഫൂട്ടേജ് റെക്കോർഡ് ചെയ്യാൻ കഴിയുന്ന ഇൻഫ്രാറെഡ് സെൻസറുള്ള ക്യാമറകൾ ആവശ്യമാണ്. അടുത്തായിട്ട് ഫീൽഡ് ഓഫ് വ്യൂ. ഒരു സ്ഥലത്ത് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഫിക്സഡ് വ്യൂ ക്യാമറകളും 360 ഡിഗ്രി തിരിയാനും വലിയ പ്രദേശങ്ങൾ കവർ ചെയ്യാനും PTZ ക്യാമറകളും തിരഞ്ഞെടുക്കാം. അടുത്തായിട്ട് സ്റ്റോറേജ് ആണ്. ഫൂട്ടേജ് SD കാർഡ്, ക്ലൗഡ് അല്ലെങ്കിൽ NVR, DVR എന്നിവയിൽ എവിടെയാണ് സൂക്ഷിക്കേണ്ടത് എന്നത് തീരുമാനിക്കുക. NVR, DVR
വില കുറഞ്ഞതാണ്. എന്നാൽ ക്ലൗഡ് സ്റ്റോറേജ് കുറച്ചുകൂടി സൗകര്യപ്രദമാണ്, പക്ഷേ അതിന് വൈഫൈ ആവശ്യമാണ്. അടുത്തായിട്ട് മൊബൈൽ ആപ്പ് സപ്പോർട്ട്. ലോകത്തിന്റെ ഏത് കോണിലിരുന്നും മൊബൈലിൽ ലൈവ് ഫുട്ടേജ് കാണാനും മോഷൻ ഡിറ്റക്ഷൻ നോട്ടിഫിക്കേഷനുകൾ ലഭിക്കാനും മൊബൈൽ ആപ്പ് സപ്പോർട്ട് ഉറപ്പാക്കുക. അടുത്തായിട്ട് ആഡിയോ ആൻഡ് ടു വേ കമ്മ്യൂണിക്കേഷൻ. വീഡിയോടൊപ്പം ഓഡിയോ റെക്കോർഡ് ചെയ്യാനും ക്യാമറയ്ക്ക് മുന്നിലുള്ള വ്യക്തിയുമായി മൊബൈൽ ആപ്ലിക്കേഷൻ വഴി സംസാരിക്കാനും കഴിയുന്ന മോഡലുകൾ ഉണ്ടെന്ന് ഉറപ്പാക്കുക. അടുത്തായിട്ട് പവർ സോഴ്സ്. വൈദ്യുതി ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സോളാർ പാനലുള്ള ക്യാമറകൾ വിപണിയിൽ ലഭ്യമാണ്. ഇന്ത്യൻ വിപണിയിൽ ലഭ്യമായിട്ടുള്ള മികച്ച IP ക്യാമറകളുടെ ചില റെക്കമെൻഡേഷൻസ് ആണ് ഇനി നൽകുന്നത്. ഇൻഡോർ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് TP-Link, ക്യൂബോ തുടങ്ങിയ ബ്രാൻഡുകൾ പരിഗണിക്കാം. 1500 മുതൽ 4200 വരെയാണ് ഇവയുടെ ഏകദേശ വില. ആദ്യമായിട്ട് നമുക്ക് TP-Linkന്റെ ടാപ്പോസ് 200 എന്ന മോഡൽ നോക്കാം. വീടിനകത്തുള്ള നിരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു മികച്ച വൈഫൈ സ്മാർട്ട് ക്യാമറയാണിത്. 1080 പിക്സൽ റെസൊല്യൂഷനോട് കൂടിയ ഈ ക്യാമറകൾക്ക് 360 ഡിഗ്രി പാൻ ആൻഡ് ടിൽറ്റ്, വൈഫൈ ലൈവ് മോണിറ്ററിംഗ്, ടു വേ കമ്മ്യൂണിക്കേഷൻ, മോഷൻ സൗണ്ട് ട്രാക്കിംഗ്, നൈറ്റ് വിഷൻ തുടങ്ങിയ എല്ലാ അത്യാവശ്യ ഫീച്ചേഴ്സുമുണ്ട്. അനധികൃതമായി പ്രവേശിക്കുന്നവരെ ഭയപ്പെടുത്തുന്നതിനു വേണ്ടി ലൈറ്റുകളും ശബ്ദവും പുറപ്പെടുവിക്കുന്ന സൗണ്ട് ആൻഡ് ലൈറ്റ് അലാറം ഫീച്ചറും ഇതിനുണ്ട്. അലക്സ, ഗൂഗിൾ അസിസ്റ്റന്റ് എന്നിവയുമായി പ്രവർത്തിക്കുന്ന വോയിസ് കൺട്രോളിങ്ങിലൂടെയും ഇത് നിയന്ത്രിക്കാൻ സാധിക്കും. ആവശ്യമില്ലാത്ത സമയങ്ങളിൽ റെക്കോർഡിംഗ് ഒഴിവാക്കാൻ സഹായിക്കുന്ന പ്രൈവസി മോഡ് ഇതിന്റെ മറ്റൊരു സുരക്ഷാ സവിശേഷതയാണ്. നിലവിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇതിന്റെ വില ഏകദേശം 1600 മുതൽ 1800 വരെയാണ്. 2MB മോഡലിനേക്കാൾ മികച്ച ക്വാളിറ്റി 3MB മോഡലിന് കിട്ടും. അടുത്തായിട്ട് ക്യൂബോയുടെ ഒരു മോഡലാണ്. 3MB ഫുൾ HD+ റെസൊല്യൂഷനോട് കൂടിയ ഒരു ക്യാമറയാണത്. AI അടിസ്ഥാനമാക്കിയിട്ടുള്ള മോഷൻ ഡിറ്റക്ഷൻ, ഇന്ത്യൻ സെർവറുകളിൽ ക്ലൗഡ് സ്റ്റോറേജ് പോലെയുള്ള ഫീച്ചറുകൾ എന്നിവയെല്ലാം ഇതിന്റെ പ്രത്യേകതകളാണ്. ഇതിന്റെ പ്രധാന സവിശേഷത 360 ഡിഗ്രി പാൻ, 90 ഡിഗ്രി ടിൽറ്റ് മോഷൻ ട്രാക്കിംഗ് സംവിധാനമാണ്. ഇതിലൂടെ മുറിയുടെ ഏത് കോണും അനായാസം ആപ്പ് വഴി നിരീക്ഷിക്കാൻ സാധിക്കും. പൂർണ്ണമായ ഇരുട്ടിൽ പോലും വ്യക്തമായ ദൃശ്യങ്ങൾ നൽകുന്ന ക്യൂബോ നൈറ്റ്+ വിഷൻ സാങ്കേതിക വിദ്യയുമുണ്ട്. റെക്കോർഡ് ചെയ്ത ദൃശ്യങ്ങൾ 1 GB വരെയുള്ള SD കാർഡിൽ സൂക്ഷിക്കാം. നോയ്സ് റിഡക്ഷനുള്ള ടു വേ ടാൽക്ക് ഫീച്ചറും അലക്സ, ഗൂഗിൾ അസിസ്റ്റന്റ് സൗകര്യവും ഇതിലുണ്ട്. ഇതിന്റെ ഏകദേശ വില 1800 മുതൽ 1900 രൂപ വരെയാണ്. അടുത്തായിട്ട് TP-Link ടോക്കോ C225. ഇതിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചർ ഫിസിക്കൽ പ്രൈവസി മോഡാണ്. ഇത് യൂസേഴ്സിന് പ്രൈവസി ഉറപ്പാക്കുന്നു. ഇതിന്റെ പ്രധാന അട്രാക്ഷൻ സ്മാർട്ട് AI ഡിറ്റക്ഷൻ ആൻഡ് നോട്ടിഫിക്കേഷൻ ആണ്. ഈ AI ടെക്നോളജി ആളുകളെയും വളർത്തുമൃഗങ്ങളെയും വാഹനങ്ങളെയും വേർതിരിച്ചറിയുന്നതിനോടൊപ്പം അസാധാരണമായ ശബ്ദങ്ങൾ വേർതിരിച്ചറിഞ്ഞ് യൂസേഴ്സിന് കൃത്യമായ നോട്ടിഫിക്കേഷൻ നൽകും. ചലിക്കുന്ന വസ്തുക്കളെ കൃത്യമായി പിന്തുടർന്ന് ക്യാമറയുടെ ഫീൽഡ് ഓഫ് വ്യൂവിൽ നിലനിർത്തുന്ന സ്മാർട്ട് മോഷൻ ട്രാക്കിംഗ് ഫീച്ചറും ഇതിലുണ്ട്. കൂടാതെ സ്റ്റാർലൈറ്റ് സെൻസർ, ടു വേ ഓഡിയോ ഫീച്ചർ എന്നിവയും ഉണ്ട്. ഇതിന്റെ വില ഏകദേശം 3000-നും 3400-നും ഇടയിലാണ്. അടുത്തായിട്ട് CP+ന്റെ ഒരു മോഡലാണ്. ഇതിന്റെ പ്രധാന അട്രാക്ഷൻ 4G ലൈറ്റ് സിം കാർഡ് സപ്പോർട്ടാണ്. ഇത് വയർലെസ്സായി ഏത് സ്ഥലത്തു നിന്നും റിയൽ ടൈം റിമോട്ട് വ്യൂവിങ്ങും സെക്യൂരിറ്റി അലേർട്ടും നൽകും. 3MB ഫുൾ HD ലെൻസ് 2K റെസൊല്യൂഷൻ നൽകുന്നതിനാൽ വീടുകളിലും ഓഫീസുകളിലും കടകളിലുമെല്ലാം നിരീക്ഷണത്തിനു വേണ്ടി ഇത് ഉപയോഗിക്കാവുന്നതാണ്. 25 മീറ്റർ റേഞ്ചുള്ള ഇൻഫ്രാറെഡ് നൈറ്റ് വിഷൻ സൗകര്യം ഇതിൽ കിട്ടും. കൂടാതെ ബിൽറ്റ്-ഇൻ മൈക്കും സ്പീക്കറുമുണ്ട്. ക്ലൗഡ് സബ്സ്ക്രിപ്ഷനോ DVR ഇല്ലാതെ തന്നെ ഫൂട്ടേജുകൾ സുരക്ഷിതമായി സൂക്ഷിക്കാൻ സഹായിക്കുന്ന 256 GB മൈക്രോ SD കാർഡ് സ്റ്റോറേജിനെ ഈ ക്യാമറ സപ്പോർട്ട് ചെയ്യുന്നു. ഇതിന്റെ വില ഏകദേശം 1900-നും 2200-നും ഇടയിലാണ് വരുന്നത്. ഇനി ഔട്ട്ഡോർ ക്യാമറകളെ കുറിച്ച് നോക്കാം. ഔട്ട്ഡോർ ക്യാമറകൾ ഇൻഡോർ ക്യാമറകളെ അപേക്ഷിച്ച് ശക്തവും ഡസ്റ്റ് പ്രൂഫും വാട്ടർ പ്രൂഫും ആയിരിക്കും. ആദ്യമായിട്ട് നമുക്ക് TP-Linkന്റെ C310 മോഡൽ നോക്കാം. ഫിക്സഡ് വ്യൂ ഉള്ള ഈ ബുള്ളറ്റ് ക്യാമറകൾ വാട്ടർ, ഡസ്റ്റ് പ്രൂഫ്, വൈഫൈ, ടു വേ കമ്മ്യൂണിക്കേഷൻ എന്നീ സവിശേഷതകളോടെ ലഭ്യമാണ്. 4MB മോഡലിന് കളർഫുൾ നൈറ്റ് വിഷൻ സവിശേഷതയുണ്ട്. അടുത്തായിട്ട് ട്രൂവിയുടെ ഒരു മോഡലാണ്. 2 ലെൻസുകളുള്ള ഒരു നൂതന ഡ്യുവൽ മോണിറ്ററിംഗ് സംവിധാനമാണിത്. 10x ഡിജിറ്റൽ സൂം, 3 യൂണിക് സ്മാർട്ട് നൈറ്റ് വിഷൻ മോഡ്സ്, 256 GB വരെയുള്ള മൈക്രോ SD കാർഡ് സപ്പോർട്ട്, 4G കണക്ഷൻ തുടങ്ങിയവയൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത. ഇതിന്റെ വില ഏകദേശം 3699 രൂപയാണ്. അടുത്തായിട്ട് ട്രൂവിയുടെ തന്നെ മറ്റൊരു മോഡലാണ്. ഈ 4G സിം ക്യാമറ വീട്ടിലും ഓഫീസിലും ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും പുതിയ സുരക്ഷാ ക്യാമറയാണ്. ഇത് 3MB ക്യാമറയിൽ വളരെ വ്യക്തമായിട്ടുള്ള ഫുൾ HD ചിത്രങ്ങൾ നൽകും. രാത്രിയിലും പകലെന്ന പോലെ നിറമുള്ള കാഴ്ച നൽകുന്ന ആൾ ടൈം കളർ വിഷൻ ആണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിന് 3 ടൈപ്സ് നൈറ്റ് വിഷൻ മോഡുകളുമുണ്ട്. വീഡിയോകൾ സൂക്ഷിക്കാൻ 256 GB വരെയുള്ള SD കാർഡ് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന്റെ വില ഏകദേശം 2599 രൂപയാണ്. അടുത്തായിട്ട് ട്രൂവിയുടെ തന്നെ സോളാർ പാനൽ വരുന്ന ഒരു മോഡലാണ്.
7 വോൾട്ട് സോളാർ പാനലും 1800 mAh ബാറ്ററിയുമുള്ള ഈ PTZ ക്യാമറ വൈദ്യുതി ലഭ്യമല്ലാത്ത ഫാം ഹൗസ്, നിർമ്മാണ സൈറ്റുകൾ എന്നിവയ്ക്കെല്ലാം അനുയോജ്യമാണ്. 256 GB വരെയുള്ള മൈക്രോ SD കാർഡ് ഇത് സപ്പോർട്ട് ചെയ്യും. ഏകദേശം 7299 രൂപയാണ് നിലവിൽ ഇതിന്റെ വില. ഈ വിവരങ്ങൾ നിങ്ങൾക്കൊരു ക്യാമറ തിരഞ്ഞെടുക്കുന്നതിന് സഹായകമായി എന്ന് കരുതുന്നു. വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ക്യാമറകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ റിവ്യൂസ് കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.